അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ കന്യാകുമാരിയിലെത്തി. ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മൾ തിരുവള്ളുവർ സ്റ്റാച്ചു കാണാൻ എത്തിയിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര ഹൈറ്റായിരുന്നു ആ സംഭവം. നല്ല രസമുണ്ടായിരുന്നു, നല്ല കാറ്റായിരുന്നു കേട്ടോ, നല്ല അടിപൊളി കാറ്റൊക്കെ കണ്ട് ആ ഒരു സമയത്ത് അവിടെ ഇരിക്കാൻ ഭയങ്കര രസമായിരുന്നു. പക്ഷെ നമുക്ക് ടൈം അധികം ഉണ്ടായിരുന്നില്ല, 6:30ക്കാണ് ലാസ്റ്റ് ബോട്ട്. അപ്പോൾ നമ്മൾ അതും കണ്ട് അവിടെ നേരെ പിന്നെ നമ്മുടെ വിവേകാനന്ദ പാറയിൽ തന്നെ വന്നിട്ട് ആ മേലെ ടെമ്പിൾ ഉണ്ടല്ലോ, അവിടെ കുറേ സ്റ്റെപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കയറി നമ്മളിപ്പോൾ മേലെയാണ് നിൽക്കുന്നത്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഗ്ലാസ് ബ്രിഡ്ജും സ്റ്റാച്യു ഒക്കെ കാണാൻ, കടലും അതുപോലെ സൺസെറ്റും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ രാത്രി ടൗണൊക്കെ ഒന്ന് കറങ്ങി, അവിടെ രാത്രി ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ കളിച്ചു, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ ഒരു 6:30-7 മണിയായപ്പോൾ ചായയും അതുപോലെ കുറേ എണ്ണക്കടികളും അങ്ങനെയൊക്കെ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കും വലിയ വിശപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫുഡ് പാഴ്സൽ മേടിച്ചിട്ട് റൂമിലെത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാർസലൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ എത്തിയത്. ഇനി ഞാൻ ഓരോരുത്തരുടെ റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സൗഭാഗ്യം ഉമ്മി കുട്ടികളൊക്കെ കിടക്കണ റൂമ. ഇതെന്താ ഒരു വലിയൊരു പപ്പടപട വേണ്ട. ശരി, ഞാൻ വെറുതെ റൂം കാണിക്കുമ്പോഴാണ്. നമ്മുടെ നിഹാൽ അഹമ്മദ്. അത് ആശു ആശ്മി വാ. ഇതാണ് സൗജത്ത് കലാമ, ഇബ്രാഹിം അച്ഛൻ, സെബീനൊക്കെ റൂം. ഇതാണ് ഇവരുടെ റൂം. ഒന്നുമില്ല, ഞാൻ വെറുതെ റൂം കാണിക്കാൻ വന്നതാണ്. അപ്പോഴേക്കത് കഴിക്കൊരു മച്ചന്റെ സിനിമയെ കാണണ തമിഴാണ്. മുതൽവൻ അല്ലേ? അർജുനെ കണ്ടപ്പോ മുതൽവനാണോ വിചാരിച്ചത്. 4 മണിക്ക് എണീക്കണം, 5 മണിയാകുമ്പോ അവിടെ എത്തണം. സൺറൈസ് കാണണ്ടേ? കാണണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കോ, ഞങ്ങൾ പോയിട്ട് വരും, കണ്ടിട്ട് വരുന്നിട്ട് വെക്കേറ്റ് ചെയ്യും. കന്യാകുമാരി വന്നിട്ട് സൺറൈസ് കണ്ടില്ല പറഞ്ഞ. അത് നിങ്ങൾ ഉറങ്ങിക്കോ, ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ. നിഹാൽ ജോലിയാണ് കിടക്കണേ. ഇതാണ് നമ്മുടെ നിഹാൽ. ഗുഡ് നൈറ്റ്. ഇതാണ് നിഹാലിന്റെ റൂം. എല്ലാവർക്കും ഉറക്കം വന്നിട്ട് ഉറങ്ങാൻ നിൽക്കണേ. ഇതെന്തത് പൈസ എവിടുന്ന്? ബാ അടച്ചടാ. നമ്മുടെ റൂം, നമ്മുടെ റൂമിലോട്ട് നമ്മൾ പോകുന്നു. ഇപ്പൊ ഉറങ്ങുന്നു. ആശുക്കുട്ടി, നമുക്ക് ഉറങ്ങല്ലേ? അത് 2 പേർക്കും തോക്കൊക്കെ മേടിച്ചു കൊടുത്തുമ്പോ നാളെ
അങ്ങനെ ഞാനും ഇക്കയും നേരത്തെ എണീറ്റു. നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എളാമയും ഉമ്മയും പിന്നെ സിസ്റ്ററും സെബീനൊക്കെയൊക്കെ ഉണ്ട്. വേറെ ആരും വരുന്നില്ല കേട്ടോ, കുട്ടികളൊന്നും വരുന്നില്ല, അവർക്കൊക്കെ നല്ല ഉറക്കമാണ്. പിന്നെ എൻ്റെ മക്കളില്ല, അപ്പോൾ അവരെയും രണ്ടാമത്തെ സിസ്റ്ററൊന്നും വരുന്നില്ല, അവർക്കൊക്കെ ഭയങ്കര ഉറക്കക്ഷീണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ഈ റൂമിലാക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് ബീച്ചിലേക്ക് എത്തിയത് കേട്ടോ. നമ്മൾ ബീച്ചല്ല, ഇത് വന്നിട്ട് നമ്മൾ ഓട്ടോയിൽ പറഞ്ഞാൽ മതി നമുക്ക് സൺറൈസ് കാണണം പറഞ്ഞാൽ അവർ ആ ഒരു സ്പോട്ടിൽ കൊണ്ട് നമ്മളെ ഇറക്കി വിടും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊക്കെ സൺറൈസ് കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ്, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ബീച്ചിൻ്റെ സൈഡിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അത് വേണ്ട വേണ്ട വീണ്ടും നമ്മൾ തിരിച്ച് ആ ഓട്ടോറിക്ഷ നമ്മളെ നിർത്തിയ ആ ഒരു ഭാഗത്ത് തന്നെയാണ് വന്നത്. ഇത് കണ്ടില്ലേ, അവിടെ ലൈറ്റ് ഇപ്പോഴും ഓഫ് ചെയ്തിട്ടില്ല ഗ്ലാസ് ബ്രിഡ്ജിൽ. ഭയങ്കര രസമുണ്ട് അത് കാണാനായിട്ട്. ബീച്ച് നമ്മൾ ഓട്ടോക്കാരൻ നിർത്തി ആ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അത് വന്നിട്ട് കുറേ കല്ലൊക്കെ ഇട്ടിട്ട് ഒരു വഴി പോലെ ഒരുക്കി വെച്ചൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നടന്ന് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സൺറൈസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണേ. സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരുപാട് ഇരുട്ടായല്ലോ. വന്നു കാണേണ്ട സൺറൈസ്. നമുക്ക് ആ ഫോട്ടോ എടുക്കാവുന്ന എവിടുന്ന് കിട്ടും? അങ്ങോട്ട് നടക്കാൻ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷം നമ്മുടെ സൂര്യൻ മെല്ലെ ഉദിച്ച് വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് സൂര്യോദയം കാണുന്നത് കേട്ടോ. അതിൻ്റെ ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ ഫുൾ ഈ ചെമ്മാനം എന്നൊക്കെ പറയുന്നത് ഇതിനെയാണോന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര ചുവപ്പ് കളറായിരുന്നേ. ആകാശമൊക്കെ ചുവന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു ഭാഗം മൊത്തം. അവിടെ താഴെ വെള്ളം എല്ലാം ചുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഓരോ സീനറിയിൽ കാണുന്ന പോലെ ഈ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ തന്നെ അതിലൂടെ ഒരു തോണി ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നേ. ഞാനതൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഓരോ സീനറിയിൽ കാണില്ലേ, അതുപോലെ എന്നിട്ട് നല്ല ശാന്തമായിട്ടായിരുന്നു കടൽ. ആ വെള്ളമൊക്കെ ഭയങ്കര ചുവപ്പ് കളറായിരുന്നു, ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ആ ആകാശത്തിൻ്റെ അവിടെ ഒരു ചെറിയ ചുവപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അവിടെ നിന്നായിരിക്കാം സൂര്യൻ വരിക പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ താഴെ കടലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുമായിരുന്നു. ക്രിസ്ത്യൻ പള്ളിയിൽ അവരുടെ പ്രാർത്ഥനാ ഗീതമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡ് നല്ല ശാന്തമായിട്ട് നമ്മൾ ഇന്നലെ പോയ അതേ സ്ഥലം. എന്ത് രസമായിരുന്നു കാണാൻ. ആ കടലിൽ നമ്മൾ കുറേ നേരം നോക്കി നിന്ന് പോകും, അത്ര രസമായിരുന്നു കേട്ടോ.